തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മൂന്ന് മുന്നണികളും പ്രതിസന്ധിയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി നടക്കുന്ന സെമി ഫൈനലിൽ നേട്ടമുണ്ടാക്കുക എന്നത് മൂന്ന് മുന്നണികൾക്കും നിർണായകമാണെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ മൂന്ന് മുന്നണികളും നിലവിൽ പ്രതിസന്ധിയിലാണ്. PM ശ്രീ ഉണ്ടാക്കിയ CPM CPI പോരും ശബരിമല സ്വർണ്ണക്കടത്തും കേരള കോൺഗ്രസ് എമ്മിന്റെ ചാഞ്ചാട്ടവുമാണ് ഇടതുപക്ഷത്തെ പ്രധാന പ്രശ്നങ്ങൾ. രാഹുൽ വിഷയത്തിൽ തുടങ്ങി KPCC പുനഃസംഘടനയിലെ പടലപ്പിണക്കവും UDFന് തലവേദന ഉണ്ടാക്കുകയാണ്. BJPയിലെ വിഭാഗീയതയും പാർട്ടി അധ്യക്ഷന്റെ പേരിൽ ഉയർന്നിരിക്കുന്ന തട്ടിപ്പാരോപണവും NDA മുന്നണിയെയും പ്രതിസന്ധിയിലാക്കുന്നു. ഭരണപക്ഷത്തിനെതിരായ വികാരം ഉയരുന്നത് എല്ലാ കാലത്തും സാധാരണമാണ്. എന്നാൽ തുടർഭരണത്തിനെതിരെയുള്ള വികാരം മുതലാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിലെ ഉൾപാർട്ടി പോര് തന്നെയാണ് ഇതിന് കാരണം. മാങ്കൂട്ടത്തിൽ വിഷയമുണ്ടാക്കിയ ക്ഷീണത്തിനപ്പുറം KPCC പുനഃസംഘടനയിൽ കോൺഗ്രസ് നേതാക്കൾക്കുള്ള പ്രതിഷേധമാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നത്. ക്യാപ്റ്റൻ ആരാകണമെന്ന ചർച്ചയാണ് പലപ്പോഴും കോൺഗ്രസിലുണ്ടായത്. ഇത് ഘടകകക്ഷികളുടെ പോലും അവമതിപ്പിന് കാരണമായി. നല്ല പ്രതിപക്ഷമായി മാറുന്നതിന് പോലും ഈ തമ്മിലടി തടസ്സമായി. ശബരിമല വിഷയത്തിൽ NSS SNDP സമുദായങ്ങൾ സ്വീകരിച്ച നിലപാടുകളും UDFന് ക്ഷീണമുണ്ടാക്കുന്നതാണ്. മുന്നണി സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് ഇപ്പോൾ LDFിലാണ്. കേരള കോൺഗ്രസ് എമ്മിനപ്പുറം ഘടകകക്ഷികളിൽ നിന്ന് പ്രശ്നങ്ങൾ LDFിൽ ഇല്ലാതിരുന്ന സമയത്താണ് PM ശ്രീ പദ്ധതിയിൽ അംഗമാകാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചതും CPI ഇടഞ്ഞതും ബിനോയ് വിശ്വവും പിണറായിയും ഒരുമിച്ചിരുന്നിട്ടും CPIയുടെ പിണക്കം മാറിയില്ല. ഇതൊരു പിളർപ്പിലേക്ക് നീങ്ങുമോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. PM ശ്രീ അവഗണനയ്ക്ക് മുമ്പ് തന്നെ CPI സമ്മേളനത്തിൽ LDFിൽ നിന്ന് മാറണമെന്ന അഭിപ്രായം അണികളിൽ നിന്ന് ഉയർന്നിരുന്നതാണ്. ശബരിമല സമ്മേളനത്തിൽ പ്രബല സമുദായ സംഘടനകളെ ഒപ്പം നിർത്തി കരുത്തു തെളിയിച്ച് വിലസുമ്പോഴാണ് അയ്യപ്പ ശാപമെന്ന പോലെ സ്വർണ്ണപ്പാളി വിവാദം ഉയരുന്നത്. ഇത് സർക്കാരിനും മുന്നണിക്കുമുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ CPI പിണക്കം. BJPക്ക് അപ്പുറത്തേക്കൊരു വളർച്ച ഉണ്ടായിട്ടില്ലാത്ത NDAയുടെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി ഘട്ടമാണ് ഇപ്പോൾ. പുതിയ അധ്യക്ഷന്റെ വരവ് വലിയ പ്രതീക്ഷ നൽകുകയും പാർട്ടി ചിട്ടയായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തപ്പോൾ താമരകൾ വിരിയുന്നത് വിദൂരമല്ലെന്ന് തന്നെയാണ് കേരള സമൂഹം വിലയിരുത്തിയിരുന്നത്. എന്നാൽ ഒരു MLAയും MPയും മാത്രം പിറവിയെടുത്തിട്ടുള്ള കേരളത്തിലെ BJPയുടെ ശാപമായ തമ്മിൽ തല്ല് കൂടുതൽ ശക്തിയോടെ തിരിച്ചുവരുന്ന കാഴ്ചയാണ് സമീപ നാളുകളിൽ കാണുന്നത്. ഇതിനെല്ലാം അപ്പുറം രാജീവ് ചന്ദ്രശേഖരനെതിരായി പുറത്തുവന്ന 500 കോടിയുടെ തട്ടിപ്പും വലിയ ക്ഷീണമാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ കേരള ഘടകത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്.